ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹൈജൽ വ്ലോഗ്. ഹൈജൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോഴത്തെ ഗൈസ് നമ്മൾ രാവിലെ തന്നെ റെഡി ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാനും എൻ്റെ ഫാമിലി ഉണ്ട് കൂടെ. നമ്മളെല്ലാവരും കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗൈസ് നമ്മുടെ ട്രെയിൻ വന്നിരിക്കുന്നു. നമ്മൾ ട്രെയിനിൽ കയറാൻ പോവുകയാണ്. നമ്മൾ ട്രെയിനിൽ കയറി നമ്മളിങ്ങനെ എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്ത് ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് 4 മണിയായപ്പോൾ നമ്മൾ കോഴിക്കോട് വന്നു. പിന്നെ ഇവിടെ ഇറങ്ങി നമ്മൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അവസാനം 6:45-7 മണിയായപ്പോൾ നമ്മൾ തലശ്ശേരി വന്നു. അപ്പം നമ്മൾ ഇവിടുന്ന് നേരെ നമ്മുടെ റൂമിലേക്കാണ് പോയത്. ഇതാണ് നമ്മുടെ റൂം. നമ്മൾ ടോട്ടൽ 8 പേരാണുള്ളത്. നമ്മൾ 5 പേർ ഒരു ബെഡ്റൂം എടുത്തു. പിന്നെ 3 പേർക്ക് വേണ്ടി വേറൊരു ബെഡ്റൂം ഇതിനടുത്ത് തന്നെ എടുത്തിട്ടുണ്ട്. 5 പേരുടെ ബെഡ്റൂമിന് 1400, 3 പേരുടെ ബെഡ്റൂമിന് 1000 രൂപയാണ് ആയത്. പിന്നെ നമ്മൾ ലഗേജൊക്കെ റൂമിൽ വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വന്ന് നമ്മൾ കിടന്നുറങ്ങി. പിന്നെ രാവിലെ തന്നെ 4 മണിയായപ്പോൾ എല്ലാവരും എണീറ്റ് കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പോകാൻ വേണ്ടി. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമ്മളെല്ലാവരും ഇറങ്ങി പോവാൻ. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടൽ, സംഗമം റെയിൽവേ സ്റ്റേഷന് അടുത്താണ്. അങ്ങനെ നമ്മൾ ബസ് കയറി കൊട്ടിയൂർ അമ്പലത്തിനടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ വന്നു. ഏകദേശം 2 മണിക്കൂറാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അക്കരെ കൊട്ടിയൂരിലോട്ട് പോവുകയാണ് തൊഴാൻ വേണ്ടി. ഇതാണ് അക്കരെ കൊട്ടിയൂരിലോട്ട് പോകുന്ന വഴി. 2 സൈഡിലും കുറച്ചുകൂടെ കഴിയുമ്പോൾ 2 സൈഡിലും കടകളൊക്കെ കാണാൻ പറ്റും. ഈ മാലയ്ക്കൊക്കെ വളരെ വിലക്കുറവാണ് കേട്ടോ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ വിലക്കുറവുമാണ്. നമ്മളിതൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ്. തിരിച്ചു വരുമ്പോൾ വാങ്ങാന്നുള്ള രീതിയിലോട്ട് പോകണം. അങ്ങനെ നമ്മൾ അമ്പലത്തിലോട്ടുള്ള പാലം കടക്കാൻ പോവുകയാണ്. ഈ പാലത്തിനടിയിൽ കൂടെ ഒഴുകുന്ന പുഴയാണ് വാവാലിപ്പുഴ. നമ്മൾ ഈ പുഴയിൽ ഇറങ്ങി നമ്മൾ 3 പ്രാവശ്യം മുങ്ങി പൊങ്ങണം. എന്നിട്ട് വേണം നമ്മൾ ഈറനോടെയാണ് നമ്മൾ അമ്പലത്തിൽ തൊഴാൻ കയറേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ മുങ്ങി നമ്മൾ 2 കല്ലെടുത്ത് അത് നമ്മൾ കൂട്ടി ഉരച്ച് കിട്ടുന്നതാണ് ഇവിടുത്തെ പ്രസാദം. ഇവിടെ തൊടുന്ന പ്രസാദം. നമ്മളത് നെറ്റിയിൽ തൊട്ട് വേണം നമ്മൾ അമ്പലത്തിൽ പ്രവേശിക്കാൻ. ഇവിടെ 2 പുഴയുണ്ട്. ഒരു പുഴയിലാണ് നമ്മൾ മുങ്ങി കുളിച്ച് കയറിയത്. പിന്നെ ഇത് 2ാമത്തെ പുഴയാണ്. ഈ പുഴയുടെ മുകളിൽ 2 പാലമുണ്ട്. ഒരു പാലം നമ്മൾ അമ്പലത്തിലോട്ട് കയറാൻ വേണ്ടി, പിന്നെ മറ്റു പാലം നമുക്ക് അമ്പലത്തിൽ തൊഴിലിട്ട് തിരിച്ചിറങ്ങുന്ന പാലമാണ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് കയറുന്ന പാലം വഴി അമ്പലത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മൾ അവസാനം ക്യൂവിൽ കയറി. പതുക്കെയാണ് ക്യൂ നീങ്ങുന്നത്. ഏകദേശം കുറച്ച് ഫ്രണ്ടിലായി. അവിടെ കഴിഞ്ഞ വർഷത്തെ പൂജയുടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. അത് നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ക്യൂ നിൽക്കുവാണ് ഗൈസ്. ഇവിടെ ശീവേലി നടന്നുകൊണ്ടിരിക്കുവാണ്, അതുകൊണ്ട് കുറച്ച് താമസം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ ക്യൂ കടന്ന് അകത്തെ പാലത്തിൽ കയറി. അങ്ങനെ എൻ്റെ കുറേ നാളുകളായിട്ടുള്ള ആഗ്രഹം സാധിക്കാൻ പോവുകയാണ്. താഴെ കാണുന്ന ഓലക്കുട സ്ഥാപിച്ചിടത്താണ് നമ്മുടെ ശ്രീ മഹാദേവനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കുറേ നാളുകളായിട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും തൊഴുതിറങ്ങി വലം വെക്കുകയാണ്. 3 പ്രാവശ്യം വലം വെച്ചു. ശബരിമല കഴിഞ്ഞ് കേരളത്തിൽ 2ാം സ്ഥാനമുള്ളത് കൊട്ടിയൂരപ്പനാണ്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് മോക്ഷം ലഭിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി അടുത്ത പാലം വഴി വെളിയിലോട്ട് പോവുകയാണ് ഗേസ്. ആ കാണുന്ന പാലം വഴിയാണ് നമ്മൾ കയറി വന്നത്. അപ്പം നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അങ്ങനെ നമ്മൾ ഇനി ഇക്കരെ കൊട്ടിയൂരിലേക്ക് പോവുകയാണ്. ഇതാണ് ഇക്കരെ കൊട്ടിയൂരിലേക്കുള്ള എൻട്രൻസ് കവാടം എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ അതുവഴി അകത്തോട്ട് പോവുകയാണ്. ഇതാണ് ഇക്കരെ കൊട്ടിയൂർ അമ്പലം. ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ തൊഴുതിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ തൊഴുതിട്ട് ഇറങ്ങി. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ തന്നെ നോക്കി വെച്ചൊരു സാധനമാണിത്. ഇതിൻ്റെ പേരാണ് ഓടപ്പൂവ്. അപ്പം കൊട്ടിയൂർ പോയതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രതീകമാണ് ഈ ഓടപ്പൂവ് വീട്ടിൽ കൊണ്ട് സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ഓടപ്പൂവിന് പല പല ഐതിഹ്യങ്ങളുണ്ട്. അതിലൊരെണ്ണമാണ് ഇത് ദക്ഷൻ്റെ താടിയായിട്ടാണ് കുറേ പേര് ഇതിനെ കണക്കാക്കുന്നത്. അപ്പോൾ ഇത് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒക്കെ ഒരു പ്രതീകമായിട്ടാണ് ഇതിനെ കാണുന്നത്.
അപ്പം നമ്മൾ ഇതിലൊരെണ്ണം വാങ്ങി, പിന്നെ പ്രസാദവും. പിന്നെ നമ്മൾ നേരെ ചോറുണ്ണാൻ പോകുന്നു. അമ്പലത്തിന് തൊട്ടടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു, അവിടെ പോയി ചോറുണ്ടു. 60 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ചോറൊക്കെ കൊണ്ട് തിരിച്ച് വീണ്ടും ബസ് സ്റ്റാൻഡിൽ വന്ന് നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ഇവിടെ നേരെ നമ്മൾ പറശ്ശിനിക്കട പോവുകയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. സി